കണിയൊരുക്കിയും കറുത്ത വസ്ത്രമണിഞ്ഞും വിഷുദിനത്തിലും പ്രതിഷേധിക്കുകയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. കഴിഞ്ഞ വിഷു റാങ്ക് ലിസ്റ്റ് വന്നതിന്റെ സന്തോഷത്തിലാണെങ്കിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അത് അസ്തമിക്കുമോ എന്ന ആശങ്കയിലാണ് തങ്ങളെന്ന് ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നു. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന വിശ്വാസത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരവും പുരോഗമിക്കുകയാണ്. ഇന്ന് വിഷുദിനമാണ്. വിഷുദിനത്തിൽ വേറിട്ട രീതിയിലാണ് അവർ പ്രതിഷേധിക്കുന്നത്. കണിയൊരുക്കിക്കൊണ്ട് കറുത്ത വസ്ത്രം അണിഞ്ഞാണ് ഈ CPO ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. രാവിലെ മുതൽ തന്നെ ഇവർ പ്രതിഷേധം ആരംഭിച്ചു. കഴിഞ്ഞ 13 ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരത്തിലാണ്. ഈ നിരാഹാര സമരം തുടങ്ങിയതിന് ശേഷവും സർക്കാർ തങ്ങളെ കാണുന്നില്ല എന്നൊരു ആക്ഷേപവും ഈ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് എത്തുവാനോ സർക്കാരിന് കഴിയുന്നില്ല എന്നും അവർ പ്രതികരിക്കുന്നു. കഴിഞ്ഞ 13 ദിവസമായി സമരത്തിലാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഷുദിനത്തിൽ കണിയൊരുക്കിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടരുകയാണ്. ഇവിടെ എല്ലാവരും കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുക എന്ന നിലയിലേക്ക് കറുത്ത വസ്ത്രങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ സമരവേദിയിൽ ഇരിക്കുന്നത്. സമരം രാവിലെ ആരംഭിച്ചു. ഇന്ന് വിഷുദിനമാണ്. വിഷുദിനത്തിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു ദുഃഖം മാത്രമാണ് ഞങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത്. കാരണം എല്ലാവരും വിഷു ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ മാത്രം പ്രതീക്ഷയോടെ, ഗവൺമെൻറ്റിന് പ്രതീക്ഷ മാത്രമാണ് ഈ ദിനങ്ങളിലൂടെ കഴിയുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് അടുത്ത വിഷു ആകുമ്പോഴേക്കും ജോലി കിട്ടുമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷയുടെ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് പറ്റുന്നില്ല. ആ ഒരു മാനസിക ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. എല്ലാവരും കുടുംബത്തോടെ വിഷു ആഘോഷിക്കുമ്പോൾ തെരുവിൽ ഈ പ്രതികൂല കാലാവസ്ഥയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ തെരുവിലിരുന്ന് വിഷു ആഘോഷിക്കേണ്ട ഒരു സാഹചര്യമാണ്, ഒരു അവസ്ഥയാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാക്കിയെടുത്തത്. ഇന്ന് കറുത്ത വസ്ത്രമണിഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. അതെ, ഞങ്ങൾ എല്ലാവരും ഇന്ന് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നല്ല സദ്യയൊക്കെ കഴിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ സന്തോഷിക്കാൻ ഒരു സമയമില്ല. ഞങ്ങൾക്ക് ഇനി 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ലിസ്റ്റ് തരും. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നതാണ്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്ന ഒരുപാട് മുന്നിലുള്ള റാങ്ക് ആകുമ്പോൾ കയറാമെന്നൊരു പ്രതീക്ഷയിൽ സന്തോഷത്തോടെ ഇരുന്നതാണ്. ഈ വർഷം ഞങ്ങൾക്ക് വിഷു ഇല്ല. ഞങ്ങൾക്ക് അതാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മളിവിടെ ഇനി ദിവസങ്ങൾ മാത്രം, 5 ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ 3 പ്രവൃത്തി ദിനമാണ് അല്ലേ? അതെ, ഞങ്ങളൊക്കെ വളരെ ദൂരത്തുനിന്ന് വരുന്നതാ. സർക്കാരിൽ ഇപ്പോഴും വേക്കൻസി വരുന്നാ വിചാരിക്കുന്നത്. ഇനി ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ വിഷു എന്ന് പറഞ്ഞാൽ ഇവർക്ക് സന്തോഷത്തിൻ്റെ വിഷുവായിരുന്നു, ആനന്ദത്തിൻ്റെ വിഷുവായിരുന്നു. കാരണം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള വിഷുവായിരുന്നു. വലിയ പ്രതീക്ഷയോട് കണ്ട വിഷുവാണെങ്കിൽ ഇന്ന് ഒരു വർഷം പിന്നിടുമ്പോൾ ആ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചുകൊണ്ട് തെരുവിൽ ഇങ്ങനെ സമരം ചെയ്യേണ്ട അവസ്ഥ, അതായത് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായി അസ്തമിച്ച പ്രതീക്ഷയുമായി തെരുവിൽ സമരം ചെയ്യേണ്ട ഒരവസ്ഥയാണ്. 13 ദിവസമായി നിരാഹാര സമരത്തിലാണ് ഉദ്യോഗാർത്ഥികൾ, വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. ഈ ഉദ്യോഗാർത്ഥികളെ കണ്ടില്ലെന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ കാണാനടക്കമുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമവും പരാജയപ്പെട്ടു. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിലെ പ്രതീക്ഷയും അസ്തമിച്ചു. ഇനി 5 ദിവസം മാത്രമാണ്. അതിൽ 3 പ്രവൃത്തി ദിനം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ പ്രവൃത്തി ദിനത്തിനുള്ളിൽ തങ്ങളുടെ ആവശ്യം നിറവേറണമെന്നൊരു ആവശ്യമാണ് ഈ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. പഠിച്ച് ഇത്രയും ഒരു പ്രതീക്ഷയോടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാകണമെന്നൊരു പ്രതീക്ഷയോടെ പഠിച്ച് ഫിസിക്കലടക്കം പാസ്സായിക്കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ പ്രവേശിച്ച ആ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അവർക്ക് ഉദ്യോഗം ലഭിക്കുവാൻ സമരമിരിക്കേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ണു തുറക്കണം, അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് തങ്ങളെ ഈ സമരമെങ്കിലും കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നടത്തിവരുന്ന തുടർ സമരങ്ങളെങ്കിലും കണ്ടുകൊണ്ട് തങ്ങൾക്ക് ജോലി തരണം എന്നൊരു അപേക്ഷ മാത്രമാണ് ഉദ്യോഗാർത്ഥികൾ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്നത്.